എന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ സ്ട്രോങ് റൂം തുറക്കേണ്ടപ്പോൾ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു കാര്യം മറന്നു വെച്ചു. അപ്പോൾ ഇന്നലെ കോഴിക്കോട് കേട്ടിട്ടുള്ള അതേ ന്യൂസാണ് എനിക്ക് ഇവിടെയും കേൾക്കാൻ കഴിഞ്ഞത്. ആ EVM ഉള്ള. അപ്പോൾ അതിനുശേഷം ഞാൻ കളക്ടറെ നിരന്തരമായി വിളിക്കുകയായിരുന്നു. അങ്ങനെ കളക്ടർ ഒരു 10-15 പ്രാവശ്യം വിളിച്ചു. പിന്നെ കളക്ടർ കിട്ടി. അപ്പോൾ കളക്ടർ പറഞ്ഞു ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ടപ്പോൾ കളക്ടർ പറഞ്ഞു അത് EVM വെച്ച സ്ട്രോങ് റൂമല്ല, കോഴിക്കോട് അതേ വർഷം വേറെ. നെന്മാറ മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറക്കുന്നു എന്നുള്ളതാണ് UDF സ്ഥാനാർത്ഥിയായ A. തങ്കപ്പൻ പറയുന്നത്. എന്തായാലും അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. താങ്കൾക്ക് ലഭിച്ച സന്ദേശം എന്താ? മറ്റേ സ്ട്രോങ് റൂം തുറക്കുന്നുണ്ട്, അപ്പോൾ താങ്കളുടെ ഒരു പ്രതിനിധി അങ്ങോട്ട് അയക്കണം എന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ സ്ട്രോങ് റൂം തുറക്കേണ്ടപ്പോൾ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു കാര്യം മറന്നു വെച്ചു. അപ്പോൾ ഇന്നലെ കോഴിക്കോട് കേട്ടിട്ടുള്ള അതേ ന്യൂസാണ് എനിക്ക് ഇവിടെയും കേൾക്കാൻ കഴിഞ്ഞത്. ആ EVM ഉള്ള. അപ്പോൾ അതിനുശേഷം ഞാൻ കളക്ടറെ നിരന്തരമായി വിളിക്കുകയായിരുന്നു. അങ്ങനെ കളക്ടർ ഒരു 10-15 പ്രാവശ്യം വിളിച്ചു. പിന്നെ കളക്ടർ കിട്ടി. അപ്പോൾ കളക്ടർ പറഞ്ഞു ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ടിട്ട് പറയാമെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ടപ്പോൾ കളക്ടർ പറഞ്ഞു അത് EVM വെച്ച സ്ട്രോങ് റൂമല്ല, കോഴിക്കോട് അതേ വർഷം വേറെ മെറ്റീരിയൽസ് വെച്ച സ്ട്രോങ് റൂം, ഇന്റർമീഡിയറ്റ് സ്ട്രോങ് റൂം എന്നാണ് അതിൻ്റെ സാങ്കേതികം. എന്ന ഒരു കാര്യം ചെയ്യും. ഈ സാധനമൊക്കെ ഇവരുടെ ഓഫീസിൽ വെച്ചാൽ മതി, അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തിനു തുറക്കുന്നു എന്തിനാണെന്ന് അറിയണം, ഞങ്ങൾക്ക് അറിയണ്ടേ. പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ സംസാരിക്കുന്നത് ഈ നമ്മളുണ്ടാക്കിയ EVM പല തിരിമറിയും നടക്കുന്ന കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഇവരെന്തെങ്കിലും വല്ല ഇലക്ട്രോണിക് ഉപകരണം കൊണ്ട് എന്ത് ചെയ്താണ്. അപ്പോൾ അത് നമുക്ക് വെക്കണം. ഇവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല അത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. ഇതൊക്കെയാണല്ലോ. അതേപോലെ എനിക്ക് ഒരു കൂട്ടി യോജിക്കേണ്ടി വരുന്നത്, ഇന്നലെ തന്നെ എൻ്റെ നിയോജക മണ്ഡലം 199 ബൂത്തിൽ പോളി ചെയ്തതിനേക്കാളും വോട്ട് പോളി ചെയ്തുകൊണ്ട് ഈ നെറ്റിൽ വന്നിട്ടുണ്ട്. ഫയൽ അക്കൗണ്ടിനേക്കാളും സൈറ്റ് വന്നിട്ടുണ്ട്. അത് 187 199 ബൂത്തുകളുണ്ട്. പിന്നെ നമ്മുടെ ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തകർ അവിടെ പോയി കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒപ്പിട്ട് ഇങ്ങനെയല്ലേ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ തെറ്റ് വന്നതാണ്. അപ്പോൾ 2 ബൂത്തിൽ തെറ്റ് വന്നിട്ടുണ്ട്. അത് 400 വോട്ട് വന്നിട്ട് ഫുൾ വോട്ട് ചെയ്തതാണ്. അങ്ങനെ സംഭവം നടന്നിട്ടുള്ളൊരു ബൂത്തില്ല അവിടെ. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ബൂത്തിലുള്ള മുഴുവൻ ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ്. 2 ബൂത്തിൽ വന്ന കണക്ക് അങ്ങനെയാണ്. 99 187 197 2 ബൂത്തിൽ. എന്നിട്ട് നില തിരുത്തി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തുറക്കാൻ വേണ്ടി വരികയാണ്. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ളതൊന്ന് വ്യക്തമാക്കി പറയണ്ടേ? ഇന്നതാ കാര്യം പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് മെറ്റീരിയൽ വെക്കുന്ന ഇന്റർമീഡിയറ്റ് സ്ട്രോങ് റൂമാണ് എന്നും അവിടെ ഈ കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിരിക്കുന്ന അവിടെയാണ്, അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി തുറക്കുന്നു എന്നുള്ളതാണ്. ആവട്ടെ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് നോക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സ്ട്രോങ് റൂം പറയുന്നത് ഇവർക്ക് ഇഷ്ടം പോലെ വന്നും പോയിക്കൊണ്ട് അങ്ങനെയാണ്. പിന്നെ സ്ട്രോങ് റൂം പറയേണ്ട കാര്യമില്ല. അവർക്കൊരു വിസിറ്റിംഗ് റൂം വെച്ചിരിക്കുന്നത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് ഞങ്ങൾ കൂടി അറിഞ്ഞിട്ടുള്ള ലോക്ക് ചെയ്തിട്ടുള്ള സ്ട്രോങ് റൂം. അപ്പോൾ ഞങ്ങൾ കൂടി അറിയണം എന്തിനാണെന്ന് പറയണം. അത് സ്ഥാനാർത്ഥിയാൻ പറ്റില്ല, അത് അറിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നലെ പേരാമ്പ്രയിൽ തുറന്നു. അതോടൊപ്പം തന്നെ താങ്കളുടെ ഈ 2 ബൂത്തിൽ വോട്ട് കൂടുതലായി കാണുന്നു. ഇപ്പോൾ തുറക്കുന്നു. എല്ലാം കൂടി ഒരു സംശയമുണ്ട്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ നമ്മൾ സംശയത്തിന് നേടി നിർത്തുകയാണ്. അതാണ്. അല്ലാതെ നമ്മൾ ആരും കുറ്റം പറയാനല്ല, ആരും ഇത് പറയാനല്ല. നമുക്കിത് വ്യക്തത വേണം, അത്രേ ഉള്ളൂ. താങ്കൾ നേരിട്ട് പോകുന്നുണ്ട്? ഉറപ്പായതുകൊണ്ട് ഞാൻ പോവും. അത് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ ആവശ്യമെങ്കിൽ പരാതി നൽകും. അങ്ങനെ നമുക്ക് ഒരു സന്ദേഹം ഉണ്ടെങ്കിൽ ഉറപ്പായി പരാതി നൽകും. എന്തായാലും വിക്ടോറിയ കോളേജിലാണ് ഈ നെന്മാറ മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനോട് അടുത്തുള്ള മുറിയാണ് തുറക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.